Welcome to Benevis. Thank you. This way, please. Please take a seat, sir. Sorry, sir. Cell phones are prohibited in the plant. It may cause a chemical reaction. Oh, sorry. That's fine, sir. അസേട്ടൻ വന്നില്ലടാ. മോളുണ്ട് സാർ. ആഹാ, നീ വന്നോ? എങ്ങനുണ്ട് ഭാവി മരുമകന് നമ്പ്യാര് സമ്മാനിച്ച ഡിസ്റ്റില്ലറി? ഓ, ഡിസ്റ്റിലറിയൊക്കെ ഗംഭീര. നേര് പറഞ്ഞാൽ നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറം. പക്ഷെ ഒക്കെ കൂടി ഒരുമാതിരി ശ്വാസം മുട്ടി തുടങ്ങി എനിക്ക്. ഈ ഒട്ടും അർഹിക്കാത്തത് ഒരു ഔദാര്യമായിട്ട് വെച്ച് നീട്ടിയതുപോലൊരു തോന്നല്. തോന്നും മോനെ, തോന്നും. കാരണം ഈയിടെയായിട്ട് നീ മനുഷ്യപ്പറ്റി പഠിക്കാൻ ഈവനിങ് ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവനൊക്കെ ഇല്ലേ കാണായിരുന്നു. അത് പറഞ്ഞപ്പോഴാ മെറിന്റെ കാര്യം നീ അറിഞ്ഞു? അയ്യോ, ഇന്ന് രാവിലെ അവൾ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്തതാ. പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഒന്ന് വിളിക്കട്ടെ. നിക്ക്, വിളിക്കാൻ വരട്ടെ. ഞങ്ങൾ ഇന്ന് അവളെയും കൂട്ടി NHS പോയിരുന്നു. എടാ മെറിൻ, ഈ മാസം എന്നോടുകൂടി അവൾക്ക് തിരിച്ചു പോകേണ്ടി വരും. നോ അതർ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദാറ്റ്. നീ അതിൽ പറയിടാവണ്ട. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടിയൊന്നുമല്ല മെറിൻ. നിന്റെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ നീ അവൾക്ക് വേണ്ടി എന്താ ചെയ്യാൻ മനസ്സിൽ കണ്ടേക്കുന്നെന്ന് വെച്ചാ അതിന് മെറിന്റെ പേരിൽ ഒരു ചെക്ക് എഴുതി എന്നെ ഏൽപ്പിക്കുക. ഞാൻ അത് അവൾക്ക് കൊടുത്തോളാം. ചെക്ക് കൊടുക്ക്? അസേട്ടൻ എന്തായി പറയുന്നത്? ഈ സമയത്ത് നിനക്ക് അവളെ ശരിക്കും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇതാ ചെയ്യേണ്ടത്. മോൾ ഉറക്കമായിരുന്നു? അല്ല. വരൂ. ഞാനിപ്പോ NHS വരുക. 1000 പൗണ്ടും എയർ ടിക്കറ്റ്. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിന്റെ പുറത്ത് കാണിച്ച ഔദാര്യം. 27 ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മോളിതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. ദാ ഇത് കണ്ടോ? ഇത് മോൾക്ക് തരാൻ വിജയ് തന്നയച്ചതാ. എന്താ ഇത്? അവന്റെ വക മോൾക്കൊരു ഗിഫ്റ്റ്. മറ്റൊരു സൊല്യൂഷൻ ആകുന്നത് വരെ മോൾക്കും ഫാമിലിക്കും സുഖമായി ജീവിക്കാനുള്ളത് അവനിതിൽ എഴുതിയിട്ടുണ്ട്. വേറൊന്നും ആലോചിക്കാതെ മോളിതം കൊണ്ട് പിടിച്ചേ. വിജയുടെ 17ാമത്തെ വയസ്സിലാ കൽക്കട്ടയില് ബിസിനസ് തകർന്ന് അവന്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. അവിടുന്ന് എങ്ങനെയൊക്കെയോ അവനിവിടെ എത്തി ഈ നിലയിലൊക്കെയായി. അതുകൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ മോളെ ഇവിടെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലായി ചേട്ടാ. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ ചെക്ക്? തീർച്ചയായും. അസിച്ചേട്ടൻ പറഞ്ഞു കല്യാണക്കാരിയൊക്കെ. പക്ഷേ
എനിക്കതിൽ കൂടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ 27th അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മെറിൻ, ഞാൻ എൻ്റെ ഈ സിറ്റുവേഷനെ കുറിച്ച് ഓർത്തൊന്നും വിജയ് ടെൻസ്ഡ് ആവണ്ട. നോക്കിക്കോ, ഇതിൽ നിന്നൊക്കെ ഞാൻ റീകൂപ്പ് ചെയ്യും. ലൈഫിൽ ഞാൻ തിരിച്ചു വരും വിജയ്. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ അതിന് വിജയ് തന്ന ഈ ഗിഫ്റ്റ് എനിക്കൊരു തടസ്സമാണ്. ഞാൻ കഷ്ടപ്പെടാതെ ഇരിക്കാനാ വിജയ് ഇത് ചെയ്തതെന്നറിയാം. പക്ഷെ ഇപ്പം എനിക്കിത് വേണ്ട. പ്ലീസ്, ഇത് വാങ്ങണം. പ്ലീസ് വിജയ്. മെറിൻ, ഇത് ഞാൻ അങ്ങനെ... ഇപ്പം ഇത് വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ വിജയ്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ചോദിച്ചോളാം. അതിനുള്ള ഫ്രീഡം എനിക്കെന്നും ഉണ്ടല്ലോ. പിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഇതിനൊന്നുമല്ല. വിജയ്ക്ക് അറിയാലോ, വന്നേ പിന്നെ ആ ഹോസ്പിറ്റലിലും പിന്നെ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ അല്ലാതെ ലണ്ടനിൽ വേറെ എങ്ങും ഞാൻ പോയിട്ടില്ല. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മാത്രം എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എല്ലായിടത്തും? ചേച്ചി, Hello? Zara? Yeah. We've reached. Yeah, we'll come there. Okay, Zara, bye. വിജയ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കുവൈറ്റ് എയർവേസിൽ, സറ. ചെക്ക് ഇൻ ചെയ്യാനൊക്കെ അവൾ മെറിനെ സഹായിക്കും. എയർക്രാഫ്റ്റ് വരെ അവളും കൂടെ വരും. ഞാനൊന്ന് സാറയുടെ അടുത്ത് ആക്കിയിട്ട് വരാം. വാ മെറിൻ.
Friends, colleagues, ladies and gentlemen, thank you all for coming here. Some of you might find the motive behind this occasion a trifle baffling, considering my lovely daughter Pavitra is getting married in 3 days' time. So this get-together is to formally introduce my future son-in-law, Mr. Vijay Das, to all of you. Pavitra and Vijay, please. ഹാ, ചെല്ല്. Vijay is new to us. In fact, he is new to our circle and he is new to this strata of society. ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ എന്തോ വലിയ അബദ്ധം കാണിക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് എന്നോട് സംസാരിച്ചത്. എന്നെയും മകളെയും വിജയ് ഏതെങ്കിലും വിധത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് സമ്മതിപ്പിച്ചതാണോ ഇത് എന്നുപോലും സംശയിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ. But I strongly believe Vijay is a bright young man and that my daughter and my legacy are safe in his hands. So I welcome Vijay to our august group of friends. Let's celebrate. ഹലോ. Are you sure? എന്താ വിജയ്, എന്ത് പറ്റി? ആരാ വിളിച്ചത്? ഗ്രേസിയ. മെറിൻ മെറിൻ? മെറിൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. Are you sure? Oh, that's fine. Okay. Thank you, Sarah. Yeah, I'll call you later. Zara വിളിച്ചത്. മെറിൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അവൾ എയർലൈൻസിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഏതായാലും മെറിന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും മറ്റും വെച്ച് ഞാൻ നാട്ടിലുള്ള എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ സിസ്റ്റം അല്ലേ, ചിലപ്പോൾ റിപ്ലൈ തരുമായിരിക്കും. എൻ്റെ ബലമായ സംശയം അത് വല്ല കടുങ്കയും ചെയ്ത് കാണുമെന്ന. അല്ല, അതിൻ്റെ അവസ്ഥ അങ്ങനെയാണേ. നമ്മളിങ്ങനെ ചുമ്മാ വട്ടമേശ സമ്മേളനം നടത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. അന്വേഷിക്കണം. നമ്മളിൽ ആരെങ്കിലും നാട്ടിൽ പോയി അന്വേഷിക്കണം. വേണമെങ്കിൽ ഞാൻ പോവാം. ഓ, ദാറ്റ്സ് ഗുഡ്. എനിക്ക് ടിക്കറ്റും മറ്റ് എക്സ്പെൻസസും ഒക്കെ ഞാൻ മീറ്റ് ചെയ്തോളാം. വേണ്ട, ആരും പോണ്ട. ഞാൻ പോയിക്കോളാം. ഞാനാണ് പോകേണ്ടത്.